So hi and welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബ്രോഡ്വേയിൽ, നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ കൊച്ചി ബ്രോഡ്വേയിൽ ചുമ്മാ ഒരു നൈറ്റ് ലൈഫ് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടു പോകാനായിട്ട് വന്നേക്കാണ്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ, ഒരു ചെറിയ വ്ളോഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മളങ്ങനെ ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ആക്ച്വലി ഇപ്പോൾ കുറച്ച് ലേറ്റായി, നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. പക്ഷേ ക്രിസ്മസിനോട് ഇപ്പം 2 ദിവസം മുന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ പോലും ഈ സമയത്ത് നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ കാണാം, ഫാമിലീസ് ആയാലും കുട്ടികളായിട്ടായാലും എല്ലാ ഫാമിലീസും ഒക്കെ വന്നിട്ട് ഇവിടെ സാധനം പർച്ചേസ് ചെയ്യുക. കാര്യം അത്രയധികം സാധനങ്ങളുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നേരെ കാണുമ്പോൾ കണ്ടോ ലൈറ്റും സെറ്റപ്പും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബ്രോഡ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് എന്താണ് ഇത്രയും ലൈറ്റ്സും ഇത്രയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുമാതിരി ഭയങ്കരമായിട്ട് സന്തോഷം പോലെ. അതുമാത്രമല്ല പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയം ആയതുകൊണ്ട് അത്യാവശ്യം വില കൂടുതലൊക്കെ ആയിരിക്കും, കാരണം ആവശ്യക്കാർക്ക് വേണ്ട സമയമാണല്ലോ. സോ നമ്മൾ പിന്നെയും പോകുമ്പം ഒരുമാതിരി ഓൾമോസ്റ്റ് കുറേ കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ തുറന്നിരിക്കുന്ന കടയിൽ ഭയങ്കര ആൾക്കാരും കുറേ സെറ്റപ്പോടുകൂടി വെച്ചേക്കായിരുന്നു. ഇതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും റീൽസായിട്ടൊക്കെ കാണുന്ന കുറേ ഒരു സ്റ്റാർസിൻ്റെ ഏരിയ. സോ ഇവിടെ നിന്ന് കുറേ പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഇതൊക്കെ ഈ സമയത്ത് കാണാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണ്, ഭയങ്കര അടിപൊളിയല്ലേ. ലൈറ്റ്സും കാര്യങ്ങളും ഓരോ ഷോപ്പിൽ നിന്ന് ഓരോരുത്തരിങ്ങനെ നമുക്കിപ്പം ഇങ്ങനെ നമ്മൾ കണ്ട് നിന്ന് പോവും. ഇപ്പോൾ ഒന്നും സാധനം മേടിച്ചില്ലെങ്കിലും നമുക്കിത് കാണാൻ വേണ്ടിയിട്ട്, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഒന്നും മേടിക്കാൻ വേണ്ടിയല്ല വന്നത്, ജസ്റ്റ് എല്ലാം ഒന്ന് കാണണം, ഈ ക്രിസ്മസ് ആംബിയൻസ് കിട്ടണം. ആൻഡ് ഈ ഷോപ്പാണ് എൻ്റെ ഫേവറേറ്റ്. നമുക്ക് ക്രിസ്മസ് ട്രീയിൽ വെക്കാനായിട്ട് തന്നെ, അതുകൂടാതെ നമ്മൾ ക്രിബിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് എന്ത് രസം, എന്ത് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെയും നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് കുറേ നമ്മൾ നോർമൽ പഴയ രീതിയിലുള്ള സ്റ്റാർസ് അല്ല, പേപ്പർ സ്റ്റാർസ് അല്ല ഇപ്പോൾ കൂടുതൽ വീടുകൾ ഉപയോഗിക്കുന്നത്. അതിനൊരു LED സ്റ്റാർസ് ആയിരിക്കും. അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാർസിൻ്റെ ഒരു ഏരിയ, ആ സ്റ്റാർസിൻ്റെ ഏരിയയെക്കാട്ടും കൂടുതൽ സ്റ്റാർസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ കുറേയൊക്കെ രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. പക്ഷെ സ്റ്റിൽ അതിൻ്റെ ഒരു ഭംഗി ഇത് കാണേണ്ടത് തന്നെയായിരുന്നു. ഫുൾ ഒരു ഒരു സ്റ്റാർസ് വെച്ചിട്ടൊരു ആർച്ച് എന്ന് വരെ പറയാം. നടുക്കുന്ന ഫോട്ടോ നല്ല തിരക്കുണ്ട്. നമുക്കിങ്ങനെ നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോയിക്കോളും. പക്ഷെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലീസായിട്ടായാലും ഒരുപാട് പേരാണ് അവിടെ തന്നെ നിൽക്കുന്നത്. ഇവിടെ തന്നെ പല വെറൈറ്റി സ്റ്റാർസാണ്. നമുക്ക് ഇപ്പം ഇത് മാത്രം അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, അത്ര അധികം അടിപൊളി സ്റ്റാർസ് വേറെയുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ഒരാൾ വാങ്ങിക്കാൻ വരുന്ന ആളാണെങ്കിൽ പോലും ഈ സ്റ്റാർസ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാര്യം അത്ര അടിപൊളിയാണ്. ലൈറ്റ് ആയിക്കോട്ടെ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിക്കോട്ടെ. ഇപ്പം ഞാനപ്പോൾ വിചാരിച്ചു, ഓക്കെ ഞാനായിട്ടൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പേസ് കിട്ടുമ്പോൾ ഞാനൊരു ക്രിബ് സെറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് ഇവിടുന്ന് പല സാധനം മേടിക്കണം എന്ന് ഇപ്പോഴേ ആഗ്രഹിച്ച് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ സാന്റാക്ലോസിൻ്റെ ഓരോ ഷേപ്പിലുള്ള ഇങ്ങനെ ടോയ്സും ഒക്കെ അങ്ങനെ പല വെറൈറ്റി ഇങ്ങനെ ഇപ്പം ഞാൻ തന്നെ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പിലാണ്. ഞാൻ തന്നെ ഇത്രയധികം ടൈപ്പ് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സ് വരെ ഉണ്ട്, പല ഷേപ്പിൽ പല ഡിസൈൻസിൽ. എന്തോ അടിപൊളിയാണ്. നമ്മളിവിടെ വന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ട് നിന്ന് പോവും. കാര്യം നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുടെ കാര്യം എനിക്ക് ഭയങ്കര കഷ്ടക്കാരും. എനിക്ക് തന്നെ ഇതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എന്ത് കൺഫ്യൂസ്ഡ് ആയിരിക്കും. എത്ര അധികം സാധനങ്ങളാണ് ഇവിടെ. സത്യം പറയാലോ, ഒരു ഹോൾ ഇപ്പോൾ നമ്മളെ ഇവിടേക്കുള്ള കടയിലൊക്കെ പുറത്തേക്കുള്ള കടയിലൊക്കെ സാധനം വരുന്നത് ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കും. അത്ര വെറൈറ്റി. ഇത് നോക്കിക്കേ, വെറൈറ്റി സ്റ്റാർസാണ്. പിന്നെ സാന്റാക്ലോസിൻ്റെ കുറേ ഇതൊക്കെ എന്ത് അടിപൊളിയാണ്, എന്ത് രസമാണ് കാണാൻ. പല വെറൈറ്റി, ഇതൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ പല ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. ഈ സാന്റാക്ലോസിന് തന്നെ പല ഷേപ്പിലും സൈസിലും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്റാക്ലോസിൻ്റെ ഒരു രൂപങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അവിടെ. അവിടെയൊക്കെ എന്ത് രസമാണ്. ആക്ച്വലി ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 11 o'clock കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ നല്ല തിരക്കാണ് ഇവിടെ.
ഇത് അടിപൊളിയാണ്. സോ കണ്ടു കഴിഞ്ഞാൽ പല സാധനങ്ങൾക്ക് എനിക്ക് തന്നെ മേടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഹോസ്റ്റലായതുകൊണ്ട് വീട്ടിൽ പോവാത്ത സ്ഥിതിക്ക് നമ്മളൊന്നും മേടിക്കുന്നില്ല. ഓക്കെ, ഇവിടെ എന്നെ പോലെ കാണാൻ വരുന്നവരും ഒരുപാടാണ്. അവരൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഈ മാതിരി സെറ്റപ്പിലുള്ള സാധനങ്ങളും പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലും ഒരുപാട് ആൾക്കാരാണ്. അത്രയധികം നല്ല കളർഫുൾ, ഭയങ്കര ബ്രൈറ്റ് ആൻഡ് എന്തോ ജസ്റ്റ് വാവ്, ലുക്കിംഗ് ലൈക്ക് എ വാവ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സെറ്റപ്പിലാണ് ഈ മൊത്തം ആംബിയൻസ് ഉള്ളത്. എന്നുവെച്ചാൽ പല തരത്തിലുള്ള സാധനങ്ങൾ. ഇത് എന്തുമാത്രം വെറൈറ്റിയാണ്. നമ്മൾ നോർമലി യൂഷ്വലി കാണുന്ന ടൈപ്പ് ഓഫ് ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് അല്ല ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഓരോ കടയിൽ പോകുമ്പോൾ ഓരോ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഈ കട നോക്കുമ്പോൾ ആ കടയ്ക്കൊരു അടിപൊളിയാണല്ലോ, അല്ലെങ്കിൽ നേരത്തെ കണ്ടതിനെക്കാട്ടും കൂടുതൽ കളക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയ്ക്ക് അടിപൊളിയാണ്. ഇനി ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ്സ്, എനിക്കെന്തോ ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ എന്തോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെയുള്ള കാര്യം ഞാൻ എടുത്ത് കാണിക്കാം. ഈ ഒരു ക്രിസ്മസ് ട്രീ, ഇത് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്ത ക്രിസ്മസ് ട്രീ ആണ്. അതും രസമുണ്ട്. സ്റ്റാർസ് ആയാലും ഇങ്ങനെ കുറേ ചെറീസ് ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലവേഴ്സ്, ഇത് എൻ്റെ പൊന്നു, എനിക്ക് ഈ കട മാത്രമേ അത് കണ്ടുള്ളൂ. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഫ്ലവേഴ്സ് ആയാലും ഈ ഒരു ബൂ ആയാലും, പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ വേറെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊരു ബ്ലൂ ടൈപ്പ്. ഇതൊക്കെ എന്ത് രസമായി. ഒരു ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടും ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞ് നൈറ്റ് ടൈം ആയാലും ഡേ ടൈം ആയാലും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സോ ഇപ്പോൾ തന്നെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവാം. ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ എന്തായാലും എനിക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് കാര്യം. നെക്സ്റ്റ് ഇയർ ഇപ്പോൾ ഒരു പക്ഷേ ആൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ നെക്സ്റ്റ് ടൈം ഇപ്പോൾ ബ്രോഡ്വേയിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ നോക്കുന്നവർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്നവർക്ക് ഒരു പക്ഷേ എൻ്റെ വീഡിയോ കണ്ട് ഹെൽപ്ഫുൾ ആയാലോ. സോ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇത് പിന്നെയും ലേറ്റ് ആയെങ്കിൽ പോലും അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ എന്ത് ഡോസിലൊക്കെ ഹാങ് ചെയ്യാൻ എന്ത് രസമാണ്. ഒരു ക്രിസ്മസ് വൈബ്, ഒരു ക്രിസ്മസ് ആംബിയൻസ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി ഇവിടെ നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ക്രിബ് സെറ്റാണ്. ക്രിബിൽ പല വെറൈറ്റി, പല രീതിയിലുള്ള, പല ടൈപ്പ്, പല കളേഴ്സിലുള്ള ഒരുപാട് ക്രിബിലെ ആ ഒരു ഓരോ രൂപങ്ങളുണ്ടല്ലോ, അത് തന്നെ പല വെറൈറ്റി. ഇത് 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 സത്യം പറയാലോ, മേടിക്കാൻ വരുന്ന ആൾക്കാർ ഭയങ്കര രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. അവർ നിന്നാലോചിച്ച് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ എനിക്ക് തന്നെ എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന ഡിസിഷൻ എനിക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കയ്യിൽ നല്ല കാശ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് പോവാം. അതിപ്പം വീട്ടിൽ വാൾ ഹാങ്ങിങ് ആയിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ, ക്രിബ് സെറ്റ് ചെയ്യാൻ, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. That's all for today's video. Hope you like this video. If you like, do like, share and subscribe. Bye.